മച്ചാമാരെ, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഹെൽത്തി ചില്ലി ചിക്കൻ ആട്ടോ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത്. കൂടുതൽ ഡയലോഗൊന്നും അടിച്ച് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യൂബായിട്ട് അരിഞ്ഞെടുത്ത ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഐറ്റം സെറ്റാക്കിയത്. ഒരു 10-20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ക്യൂബായിട്ട് അരിഞ്ഞ ഒണിയൻ വേണം, പിന്നെ ഗാർലിക്ക്, അതുകൂടാതെ ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞത്, പിന്നെ എനിക്കൊരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തതാണ് കുറച്ച് ബ്രോക്കോളി, ഓപ്ഷണലാണ്. മച്ചാമാരെ, നമ്മുടെ ഐറ്റം റെഡിയാക്കാനായിട്ട് പാന് ചൂടാകുമ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പാനിലോട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് തിരിച്ചും മറിച്ചും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് കുക്കായി വരുവേ. ഹാഫ് കുക്ക് ചെയ്ത ചിക്കൻ ഈ ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി അതേ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജീസും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് പാനിലോട്ട് ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും പിന്നെ കുറച്ച് സ്പൈസി റെഡ് സോസ് ഞാനൊന്ന് ആഡ് ചെയ്തു. അതിൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് എടുത്തതാണ്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ചിക്കൻ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ ഒന്ന് ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കോൺ സ്റ്റാർച്ചിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തായിരുന്നു. മച്ചാമാരെ, സോ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി അടാറ് ഐറ്റം ആയിരുന്നേ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഡയറ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് അധികം ഓയിലൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്ത് കഴിക്കാൻ നോക്കുക. കൂടാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് സെല്ലർ ഫിറ്റ് ഫുഡി.